വീണ്ടും വീണ്ടും ഒരേ കാരണത്തെ ചൊല്ലി വഴക്കടിക്കുന്ന ചില ദമ്പതിമാരുണ്ട് അല്ലെ. എന്തുകൊണ്ട് അത് അങ്ങനെ നടക്കുന്നതെന്നറിയോ? അത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചിലരെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ ആശയവിനിമയം ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കാരണമാണ്. അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ടാകില്ല. വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും പൂർണ്ണതയില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടും അത്തരം പ്രശ്നങ്ങൾ വരും. ചിലരെ സംബന്ധിച്ച് അതൊരു ബിഹേവിയർ പാറ്റേൺ ആണ്. ഉള്ളിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം പെട്ടെന്ന് ഫുള്ളായിട്ടൊന്നും പറഞ്ഞു തീർത്ത് അതിനൊരു സൊല്യൂഷനിലേക്കൊന്നും എത്തില്ല. പകരം മനസ്സിലെ പ്രതികാരം അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ പെരുമാറണം അങ്ങനെയൊക്കെയുള്ള തോന്നലുകളും ഒക്കെ കൊണ്ട് നടക്കും. ചിലര് ഇത് വെച്ചിട്ടായിരിക്കും പിന്നീട് അന്ന് അങ്ങനെ ചെയ്തതല്ലേ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന രീതി ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ബിഹേവിയർ കാരണവും എന്ത് വരാറുണ്ട്? ഒരേ പ്രശ്നങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ഒരേ പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും വഴക്കുകൾ ഉണ്ടാക്കുന്നത് അത്ര നന്നൊന്നുമല്ല. വഴക്കിടുന്നത് നല്ലതാണല്ലേ. ബെറ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വഴക്കുകളാണ് വീണ്ടും വീണ്ടും വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് വഴക്കടിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും വഴക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഒഴിവാക്കി വിടാൻ പറ്റാറുണ്ട്. നന്നായി മനസ്സിലാക്കണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരും.